ഒനിഗിരിയാണ് കേട്ടോ. ഒനിഗിരി ഹോം മെയ്ഡ് ഞാൻ ഉണ്ടാക്കിയതാണ്. കുറച്ച് റൈസിനകത്ത് ഇന്നലത്തെ പോർക്കും പിന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടി സ്റ്റഫ് ചെയ്ത് സാധനം. സിമ്പിൾ സാധനമാണ്, വലിയ പണിയൊന്നുമില്ല. മുട്ടയാണ് കഴിക്കുന്നത്. മുട്ട ഇന്നലെ തീർന്നു പോയി. ആഴ്ചയിൽ 20 മുട്ടയാണ് കഴിക്കുന്നത്. ഇടയിൽ ഏതൊരു ദിവസം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിക്കൊണ്ട് മുട്ട കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ഔട്ടായി പോയി. അപ്പോൾ പിന്നെ ഇന്നലെ കുറച്ച് ചോറ് ബാക്കിയായിരുന്നു. വീട്ടിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഇത്തതാക്കി മസ് ബ്രേക്ക്ഫാസ്റ്റ്. നിഗിരി മസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ? ഈ ടൈം കൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന എന്തിനും നിഗിരു എന്ന് പറയാം. നിഗിരി മസ്, നിഗിരു. സോ ഒനിഗിരി ഇങ്ങനെയാണ് ഉണ്ടാക്കുക. അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുക. പണ്ട് ഇപ്പം അതിന് ടൂളൊക്കെ വന്നിട്ടുണ്ട്. നിഗിരി മസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൗണ്ടായിട്ടുള്ള എന്ത് സാധനം പിടിച്ചാലും അത് നിഗിരി മസാണ്. ക്ലച്ച്, വണ്ടിയുടെ ഗിയർ, ബോൾ പിടിക്കുക, അതാണ് ഇതിൻ്റെ പേര്. ഓ എന്ന് പറയണത് ഏതൊരു വാക്കിനും പൊളൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഓ, ഗ, പിന്നെ അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. അത് നോക്കുമ്പോൾ സോയ സോസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടി. നമുക്ക് ഒരു മണവും ഇതൊക്കെ കിട്ടാൻ വേണ്ടി വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇറച്ചിയിൽ ചോറ് പിന്നെ സാധാ ജാപ്പനീസ് റൈസ് പോലും വേണ്ട, ചെറിയൊരു മധുരം ഉണ്ടാവും.